പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ടുള്ള വാർത്തയാണ് വീണ്ടും പുറത്തു വരുന്നത്. ഇന്ത്യ പാക് ബന്ധം മോശമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വമ്പൻ യുദ്ധ അഭ്യാസത്തിന് ഒരുങ്ങുകയാണ് വ്യോമസേന. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നാകും യുദ്ധാഭ്യാസം നടക്കുക. ബുധനാഴ്ച രാത്രി 9 മണിക്കും വ്യാഴാഴ്ച രാവിലെ 3 മണിക്കുമായാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ വിമാനങ്ങളിലെ വൈമാനികർക്ക് വ്യോമസേന നോട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധാഭ്യാസ സമയത്ത് അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട്. നാളെ രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ നടത്താനുള്ള നിർദ്ദേശത്തിന് പുറമെയാണ് വ്യോമസേനയുടെ യുദ്ധ അഭ്യാസം എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ഇതിനിടെയാണ് വർഷങ്ങൾക്ക് ശേഷം സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. 1971 അവസാനമായി മോക്ക് ഡ്രിൽ നടന്നത്. ഇതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. രാജ്യമെമ്പാടുമുള്ള സിവിൽ ഡിഫൻസ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തുക. 300 കേന്ദ്രങ്ങളിൽ പരിശീലനം നടക്കും. രാജ്യത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയാണ് സിവിൽ ഡിഫൻസ് ജില്ലകളായി വിശേഷിപ്പിക്കുന്നത്. ആണവ നിലയങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, ക്രൂസ് ഓയിൽ സംഭരണ കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായ സാമ്പത്തിക പൊതു നിർമ്മിതികൾക്കുള്ള സ്ഥലങ്ങൾ തുടങ്ങിയുള്ള സ്ഥലങ്ങൾ സിവിൽ ഡിഫൻസ് ജില്ലകൾ. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനത്തിൽ 7 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ വരുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. തടവ് പുള്ളികളുമായി പോയ വാഹനം തടഞ്ഞാണ് ആക്രമികൾ സ്ഫോടനം നടത്തിയതെന്നും തടവുകാരെ വിട്ടയച്ച ശേഷമാണ് ആക്രമണമെന്നുമാണ് വിവരം. വാഹനത്തിൽ 40ഓളം തടവുകളുണ്ടായിരുന്നു. ഇവരെയെല്ലാം മോചിപ്പിച്ച ശേഷം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പട്ടാളക്കാരെ ബലൂച്ച് പോരാളികൾ ബന്ദികളാക്കി. അതിനുശേഷമാണ് ഇവർ സൈനിക വാഹനം ബോംബ് വെച്ച് തകർത്തത്. ഈ സ്ഫോടനത്തിൽ 7 പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായെന്നും പാകിസ്ഥാൻ സൈന്യം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. പാക് പട്ടാളക്കാർക്കെതിരെ രാജ്യത്ത് വിവിധയിടങ്ങളിലായി BLA ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ആക്രമണത്തിന് സമാനമായി ഏപ്രിൽ 15 പോലീസ് ട്രക്കിന് നേരെ BLA നടത്തിയ ബോംബാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഒരു ട്രെയിൻ വരെ ഹൈജാക്ക് ചെയ്ത സംഭവം വളരെ മുമ്പല്ലാതെ ഉണ്ടായിട്ടുണ്ട്. പാക് സൈന്യത്തിന് ഏറെ തലവേദന ഉണ്ടാക്കുന്ന സംഘടനയാണ് BLA. സമീപകാലത്ത് പാക് സൈന്യത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് BLA. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക രാജ്യമാക്കണമെന്ന് വാദിക്കുന്ന സായുധ സംഘടനയാണ് BLA. അതേസമയം സ്വന്തം പൗരന്മാർക്കെതിരെ ബോംബിടുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്ന് പാക് മതപണ്ഡിതന്റെ പ്രഭാഷണം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ മതപണ്ഡിതൻ. ഇന്ത്യയുമായുള്ള ഏത് യുദ്ധവും ഇസ്ലാമിക വിരുദ്ധമായിരിക്കുമെന്ന് ഇസ്ലാമാബാദ് ലാൽ മസ്ജിദിലെ മതപണ്ഡിതൻ അബ്ദുൽ അസീസ് ഗാസി പറഞ്ഞു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇന്നത്തെ വ്യവസ്ഥിതി അവിശ്വാസത്തിൻ്റെതാണ്. ഒരു സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതിയാണ് ഇവിടെയുള്ളത്. ലാൽ മസ്ജിദ് ദുരന്തം ഇന്ത്യയിലാണോ സംഭവിച്ചത്? ഇന്ത്യ സ്വന്തം പൗരന്മാർക്ക് നേരെ ബോംബിടാറുണ്ടോ? പാകിസ്ഥാനിലേതുപോലെ ആളുകളെ ഇന്ത്യയിൽ കാണാവുന്നതാണോ? 2007 ലാൽ മസ്ജിദിൽ നടന്ന സൈനിക നടപടി പരാമർശിച്ചുകൊണ്ട് അബ്ദുൽ അസീസ് ഗാസി ചോദിച്ചു. വസീറിസ്ഥാനിലും ഖൈബർ പഖ്തൂൻഖ്വയിലും സംഭവിച്ചത് ക്രൂരതകളാണ്. രാഷ്ട്രം സ്വന്തം പൗരന്മാർക്ക് നേരെ ബോംബിട്ടു. ഇത്തരം ക്രൂരതകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? നമ്മുടെ യുദ്ധവിമാനങ്ങൾ സ്വന്തം ജനങ്ങൾക്ക് നേരെ ബോംബിട്ടതുപോലെ അവരുടെ യുദ്ധവിമാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇത്രയധികം ആളുകൾ കാണാതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ പ്രിയപ്പെട്ടവരെ കാണാതായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ആളുകളെ തളർന്നിരിക്കുകയാണ്. ഇവിടെ പുരോഹിതരെ കാണാനില്ല, പത്രപ്രവർത്തകരെ കാണാനില്ല, തൗരീഖ് അംഗങ്ങളെ കാണില്ല. അദ്ദേഹം എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഏകദേശം കൂടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പാകിസ്ഥാൻ്റെ എല്ലാ അഹങ്കാരവും ഇതോടുകൂടി അസ്തമിക്കാൻ പോകുകയാണ്.